കഴിഞ്ഞ നമ്മുടെ മൈസൂർ പാക്കിൻ്റെ വീഡിയോയിൽ ഒരു സുഹൃത്തിട്ട കമൻറ്റാണ് ബിരിയാണിൻ്റെ ചരിത്രം ഒന്ന് പറയാമോ ചോദിച്ചിട്ട്. നമുക്കിന്ന് ബിരിയാണിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ബിരിയാണി എന്ന് പറയുന്നത്. ഈ ബിരിയാണിയുടെ ഉത്ഭവത്തിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇങ്ങനെയാണ്. ഒരിക്കൽ മുഗൾ രാജാവായ ഷാജഹാൻ ചക്രവർത്തിയുടെ ഭാര്യ മുംതാസ് ബീഗം ഒരിക്കൽ സൈനികത്താവളം സന്ദർശിക്കുകയുണ്ടായി. സൈനികരെല്ലാവരും വളരെയധികം ക്ഷീണമുള്ളവരായും ആരോഗ്യമില്ലാത്തവരെയും കണ്ട മുംതാസ് ബീഗം അവിടുത്തെ പാചകക്കാരോട് ഇറച്ചിയും ചോറുമെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പോഷക ഗുണങ്ങളടങ്ങിയ ഒരു വിഭവം ഉണ്ടാക്കാൻ പാചകക്കാരോട് കൽപ്പിച്ചു. അങ്ങനെ പാചകക്കാർ കുങ്കുമപ്പൂവും ചോറും ഇറച്ചിയും സുഗന്ധങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കുകയും ബിരിയാൻ എന്ന് അതിന് പേര് വെക്കുകയും ചെയ്തു. പിന്നീട് ആ ബിരിയാനാണ് ബിരിയാണി എന്നായി മാറിയത് എന്നാണ് ഒരു ചരിത്രം. ആദ്യത്തെ മുഗൾ ചക്രവർത്തി ബാബർ ഇന്ത്യ കീഴടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു വിഭവമാണ് ബിരിയാണി എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അതല്ല, 1398 തുർക്കി മംഗോളിയൻ ജേതാവായ തൈമൂറാണ് ഈ ഒരു വിഭവം കൊണ്ടുവന്നത് എന്നാണ് ചിലർ പറയുന്നത്. ഫ്രൈ ചെയ്തത് എന്ന അർത്ഥം വരുന്ന ബിരിയാൻ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ബിരിയാണി എന്ന പദം വന്നത് എന്നാണ് മറ്റൊരഭിപ്രായം. ഇനി ഈ ബിരിയാണി രുചി കേരളത്തിലേക്ക് എത്തിയതിനു പിന്നിൽ വടക്കൻ തീരങ്ങളിൽ കച്ചവടത്തിനായി വന്ന അറബികൾ വഴിയാണ് ബിരിയാണി കേരളത്തിലേക്ക് എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. ബിരിയാണി കൂട്ടുകൾ മാറുന്നതിനനുസരിച്ച് വ്യത്യസ്തങ്ങളായ ബിരിയാണികൾ, തലശ്ശേരി ദം ബിരിയാണി, കോഴിക്കോടൻ ബിരിയാണി തുടങ്ങി ഹൈദരാബാദി ദം ബിരിയാണി പോലുള്ള നിരവധി ബിരിയാണികൾ നമ്മുടെ നാടുകളിലുണ്ടെങ്കിൽ പോലും മലബാറുകാരുടെ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്കിടയിൽ ബിരിയാണി ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ബൈ.